അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ വിധികർത്താക്കളെ, പ്രിയം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുന്ദരമായ ഈ വേദിയിൽ പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൗഫീഖ് നൽകിയ നാഥന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹിൽ മുനഇമിൽ മുതഫദ്ദിൽ. ബഹുമാനമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രവാചകനും ഒരു കാട്ടാള സമൂഹവും ലോകത്തിന് മുമ്പ് പഠിപ്പിച്ചു തന്ന നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല. അപരിഷ്കൃതരും പരുക്കൻ സ്വഭാവക്കാരുമായിരുന്ന ഒരു ജനവിഭാഗത്തിനാണ് ഖുർആനിന്റെ പ്രഥമ അഭിസംബോധനം. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനസമൂഹത്തെ തിളങ്ങുന്ന മാതൃകകളാക്കി മാറ്റുകയും പിന്നീട് അവരിലൂടെ ലോകത്തേക്ക് നന്മ വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമാണ് ലോകം കണ്ടത്. പരിശുദ്ധ ഖുർആൻ കേവലം ഒരു ദേശത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു വിഭാഗത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മേൽ അവതരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അത് അഭിസംബോധനം ചെയ്യുന്നത്. ദേശാഭാഷ വർഗ വിഭാഗങ്ങൾക്ക് അതീതമായ മാനുഷികതം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് അടിവരയിടുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്. ധാർമ്മിക മൂല്യങ്ങൾ മറന്നുകൊണ്ട് അനാചാരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ രക്തത്തിൽ നിന്ന് പിറന്ന കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം നിറഞ്ഞുകൊണ്ട് കുഴിച്ചിടുകയും അഭിമാനത്തോടെ വിളിച്ചു പറയുകയും ചെയ്തിരുന്ന ഒരു ജനത. അയൽവാസിയുടെ വീട്ടിലേക്ക് തന്റെ ഒട്ടകം കയറിയാൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു ജനത. താൻ മരിച്ചാൽ തന്റെ കുഴിമൂടാരത്തിന്റെ മുകളിൽ നട്ടുവളർത്തുന്ന മുന്തിരി വള്ളിയുടെ വേരുകൾ തന്റെ നുരുമ്പിക്കൊണ്ടിരിക്കുന്ന അസ്ഥിപഞ്ചാരത്തിന് മദ്യം വിളമ്പുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത. സാമൂഹികമായും ധാർമ്മികമായും രാഷ്ട്രീയമായും ലവലശ നന്മകളില്ലാത്തൊരു ജനത. സദാകാലവും അടിപിടിയും കള്ളുകുടിയും പെണ്ണുപിടിയും മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനു വേണ്ടി ഏത് അനീതിയും ഏത് അക്രമവും ഏത് അശ്ലീലവും ചെയ്യുവാൻ ദൃശ്യരായിരുന്ന ഒരു ജനസമൂഹത്തെ ഹ്രസ്വകാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നത് അസ്ഹാബി കന്നുജൂം ഫബിഅയ്ഹിം ഇഖ്തദൈതും. നക്ഷത്ര തുല്യരായി അവരെ സംസ്കരിച്ചുദ്ധരിക്കുകയും പിന്നീട് അവരെ ലോകത്തിന് മാതൃകാ പുരുഷരാക്കി മാറ്റുകയുമായിരുന്നു ഖുർആൻ ചെയ്തിട്ടുള്ളത്. ബഹുദൈവത്വവും അനാചാരവും നിറഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും നാടിലും കുടുംബങ്ങളിലും വളരെയേറെ വിഗ്രഹങ്ങളും ആ വിഗ്രഹങ്ങളെ തുടർന്നുള്ള അനാചാരങ്ങൾക്ക് ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നത് വളരെ സുന്ദരമായിട്ടാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ലോകത്തിന് വിളിച്ചുകൊണ്ട് നിരീശ്വരവാദിത്വത്തെയും യുക്തിവാദിത്വത്തെയും മുഖത്തടിക്കാൻ ഖുർആനിൽ നിന്നും കഴിയുന്നുണ്ട്. മാനവ മൂല്യങ്ങൾക്കും വൃത്തിക്കും ഖുർആനിന്റെ അഭിസംബോധനം വളരെയേറെ മാതൃകാപരമാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് കാന ഖുലുഖു അൽ ഖുർആൻ എന്ന് തന്നെയാണ്. ഖുർആനിൽ പറയുന്നില്ലേ, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമിൻ തബിഉ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരെ സ്വച്ഛ പ്രകൃതിയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയും സ്വതന്ത്രരാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ അതാകണം നമ്മുടെ മാതൃക, അതാകണം നമ്മുടെ മാനിഫെസ്റ്റോ. അതിന്റെ വാഹകരാകണം, അത് പകർന്നു നൽകുന്നവരാകണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.